നമസ്കാരം. നടനും ബി ജെ പി പ്രവർത്തനമായിട്ടുള്ള കൃഷ്ണകുമാറിൻ്റെ ബാല്യകാല രുചി ഓർമ്മകളെ കുറിച്ചിട്ട് കഴിഞ്ഞ മാസം നമ്മൾ കേട്ടിരുന്നു. പറമ്പിലെ പണിക്കാർക്കായി കുഴിയിൽ പഴങ്കഞ്ഞി വിളമ്പിയ ചില ഓർമ്മകളും അത് കണ്ട് കൊതിയിറക്കിയ ചില ഓർമ്മകളൊക്കെയാണ് അദ്ദേഹം അന്ന് പങ്കുവച്ചത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വിമർശനങ്ങൾ വന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പല റീഡിങ്ങുകളും നമ്മൾ കണ്ടു. കൃഷ്ണകുമാർ ഇത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു തള്ളുകഥയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തള്ളുകഥ പറയുന്നത്? ചില ആളുകൾക്ക് താനൊരു ആഠ്യനാണെന്നും താനൊരു ആഠ്യ കുടുംബത്തിൽ ജനിച്ച ഒരാളാണെന്നും ഒക്കെ പിന്നീട് പറയുന്നതിനകത്ത് ചില ഉൾപ്പുളകങ്ങൾ കിട്ടാറുണ്ട്. അതൊരു തള്ളുകഥയാണ് എന്ന് ചില ആളുകൾ പറയുന്നു. കാരണം 70, 80 ആ ഒരു കാലഘട്ടങ്ങളിലൊന്നും തൃപ്പൂണിത്തറ പോലുള്ള ഒരു സ്ഥലത്ത് കുഴി കുത്തി വിളമ്പിയ കഞ്ഞി കുടിക്കാനായിട്ട് പണിക്കാരൊന്നും വന്നിരുന്നില്ല. അങ്ങനെ ഒരു രീതി തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നു. ചില ആളുകൾ പറഞ്ഞത് തൃപ്പൂണിത്തറ പോലുള്ള ഒരു സ്ഥലത്ത് ആ ഒരു കാലഘട്ടത്തിൽ കുഴികുത്തി കഞ്ഞി വിളമ്പാനായിട്ട് കാണിച്ച ഒരു മനസ്സ്, ആ ഒരു അയിത്ത ചിന്താഗതികൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതൊരു നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിൽ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ളതുകൊണ്ടാണ് അത് ഈ നൊസ്റ്റാൾജിയയുടെ കൂടെ അങ്ങോട്ട് അയവിറക്കാനായിട്ട് തോന്നിയത്, അത് പുറത്തേക്ക് പറയാനായിട്ട് തോന്നിയത്. വേറൊരു കൂട്ടം ആളുകൾ നിഷ്കളങ്കർ, നിഷ്പക്ഷർ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. നിഷ്പക്ഷത എന്ന് പറയുന്ന അത്ര വലിയ സംഭവമല്ല. ചില ആളുകൾ ചുമ്മാ കളിയാക്കാൻ വേണ്ടി പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ നിഷ്പക്ഷനല്ല എന്ന് പറയുന്നതാണ് അഭിമാനം. നമുക്കൊരു പക്ഷം എപ്പോഴും വേണം. ഈ നിഷ്പക്ഷത എന്ന് പറയുന്നത് പലപ്പോഴും കാളകൂട വിഷം പോലെ ഉള്ള ഒരു സംഗതിയാണ്. നമ്മളെല്ലാത്തിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കും. ആർക്കു വേണ്ടി ഒരു ഉപകാരം ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു പക്ഷമില്ലല്ലോ. നമ്മൾ പക്ഷം പിടിക്കണം. ഓരോ സിറ്റുവേഷനിലും റൈറ്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പക്ഷം നമുക്കുണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറയുന്നത്, നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ പറയുന്നത്, നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ രുചി ഓർമ്മകളല്ലേ, ചെറിയ പയ്യനല്ലേ, അന്ന് അത്രയധികം ആളുകൾക്കൊന്നും വിളമ്പാനായിട്ടുള്ള പ്ലേറ്റ് നാട്ടിൽ അവൈലബിൾ അല്ലായിരുന്നു, പല വീടുകളിലും അവൈലബിൾ അല്ലായിരുന്നു. ചർച്ചകൾ ഇത്രത്തോളം എത്തിയിട്ടും ഒരു പൊതുവേദിയിൽ കൃഷ്ണകുമാർ മാപ്പ് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കേട്ടില്ല. ഈ ഒരു രീതിയിലും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു പൊതുവേദിയിൽ കൃഷ്ണകുമാർ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സനാതന ധർമ്മം, അതിനകത്തെ ജാതി വേർതിരിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിമർശനങ്ങൾ ഉദയനിധി സ്റ്റാലിൻ ഉന്നയിച്ച സമയത്ത് സംഘപരിവാർ അനുഭാവികളെല്ലാം കൂടെ അതിനെ കാര്യമായിട്ട് തന്നെ എതിർത്തു. വലിയ വിമർശനങ്ങൾ അവർ ഉന്നയിച്ചു. എന്നാൽ സംഘപരിവാർ അനുഭാവികളിൽ ഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം ആളുകളും സനാതന ധർമ്മത്തിലെ ജാതി വേർതിരിവുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെ കിടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചിട്ട് അവെയർ അല്ലായിരിക്കാം, അല്ലെങ്കിൽ അവെയർ ആണ് എന്നുണ്ടെങ്കിലും അവരതിൽ ഓക്കെയാണ്. അങ്ങനെ ഓക്കെ ആവുന്ന ഒരു വലിയ കൂട്ടം ആളുകൾക്ക് അവരെ ഭരിക്കേണ്ട, അവരുടെ നേതൃത്വത്തിൽ വരേണ്ട ആളുകൾ എന്ന് പറയുന്നത് കൃഷ്ണകുമാറിനെ പോലുള്ള ആഢ്യ രാജകുമാരന്മാരായിരിക്കാം. അപ്പോൾ ഈ ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ആഢ്യത്വം അടിയറവ് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഭൂഷണമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്ന് ചിലപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടാവില്ല. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും വലിയ സംശയങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് പറഞ്ഞാലോ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഭരണഘടനയൊക്കെ വന്ന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, അയിത്തം പോലുള്ള കാര്യങ്ങൾക്കൊക്കെ എതിരെ വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി, ആളുകൾ അവെയർ ആവുന്ന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ പലവിധ ന്യായീകരണങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടതാണ്. ഏതായാലും മകൾ ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം വേറെ ചില കമൻറ്റുകളൊക്കെ പറയുകയും അതിന് വീണ്ടും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും പിന്നീട് അച്ഛന് വേണ്ടി ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വരികയും ചെയ്തു. ആദ്യഘട്ടത്തിൽ ഈ ഒരു വീഡിയോ നിങ്ങളിൽ പല ആളുകളും അയച്ചു തന്ന സമയത്ത് ഞാൻ പ്ലേ ചെയ്തില്ല, കാരണം നമുക്കറിയാലോ എന്താണ് പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ഇന്ന് ഞാനത് പ്ലേ ചെയ്ത സമയത്താണ് അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ ഫീൽ ചെയ്യുന്നത്. ഈ ജാതി വേർതിരിവൊന്നുമല്ല, അവർ മാത്രമേ ഉള്ളൂ മിടുക്കര്. അവർ പറഞ്ഞ കാര്യമൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഇവിടെയുള്ള സാമാന്യ ജനതയ്ക്ക്, ഞാനടക്കമുള്ള ആളുകൾക്കില്ല. നമ്മളൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അവരുടെ എന്തോ വ്യക്തിപ്രഭാവം കണ്ടിട്ട് അസൂയ തോന്നിയിട്ടാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല, അവരെല്ലാം അങ്ങോട്ട് പറഞ്ഞു തരും. ഹിസ്റ്ററി പോലും അവരങ്ങോട്ട് പറഞ്ഞു തരും. അധികം വർഷങ്ങൾക്ക് പിന്നീടുള്ള കാര്യമല്ല. അതിനെക്കുറിച്ചിട്ട് പല ആളുകളും ആ ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള ആളുകൾ വരെ കാര്യ സഹിതം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും അതിനെ അംഗീകരിക്കാൻ പറ്റാതെ നമ്മളുടെയൊക്കെ തലമുറയിലുള്ള ദിയാകൃഷ്ണ വന്നിട്ട് അച്ഛന് വേണ്ടി ന്യായീകരണ വീഡിയോ ഇടുകയാണ്. കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായിപ്പോയി എന്നുള്ള ഒരു പഴഞ്ചൊല്ല് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ കുളിപ്പിച്ച് ഇപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന അച്ഛൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്കും കൃഷ്ണകുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ദിയാകൃഷ്ണയുടെ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ, എനിക്ക് എന്താ പറയാ, ഞാൻ എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തു എന്നുകൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ അല്ല. ബിക്കോസ് ഐ എം ടേക്കിംഗ് ദിസ് ഓൺലി ബിക്കോസ് ഐ എം എ പബ്ലിക് ഫിഗർ. സോഷ്യൽ മീഡിയ എൻ്റെ ഒരു കരിയറിന്റെ ഒരു ഭാഗമായിട്ടുള്ള സംഭവം, വേർ ഐ ഡു ഓൾ മൈ വർക്ക്. സോ ഐ പേഴ്സണലി ഫീൽ ഈ ഒരു എക്സ്പ്ലനേഷൻ മൈ ഫോളോവേഴ്സ് ഡിസേർവ് ടു ഹിയർ. ലൈക് പീപ്പിൾ ആർ ആക്ച്വലി കൺഫ്യൂസ്ഡ് വിത്ത് വാട്ട്സ് ഗോയിങ് ഓൺ. ലൈക്ക് ഈ ഒരു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോൺട്രവേഴ്സി എന്താണ്, ദിയെ പറ്റി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളത്. സോ ഐ ജസ്റ്റ് അത് എനിക്ക് എന്നെ പറ്റി പറയുന്ന ആരെയും പറ്റി എനിക്ക് സംസാരിക്കാനില്ല. ആര് വേണം എന്നെ പറ്റി പറഞ്ഞോട്ടെ. സ്റ്റോട്ടി അത്ത് അവരുടെ ഒരു ഇഷ്ടമാണ് അവർ ചെയ്തോട്ടെ. ബിക്കോസ് ഞാൻ നല്ലത് ചെയ്താലും അതിൽ മോശം കണ്ടുപിടിക്കുന്ന ഒരു പെർസെന്റ് ഓഫ് ആൾക്കാർ, അത് എൻ്റെ നല്ല എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടോ, വിച്ച് ഐ ഡോണ്ട് നോ, നമ്മളത് നോക്കാൻ പോകേണ്ട കാര്യമില്ല. സോ ഞാൻ എന്റെയും അല്ലെങ്കിൽ എന്റെ അച്ഛൻ പറഞ്ഞൊരു കാര്യം എന്താണെന്നുള്ളത് ഒന്ന് വ്യക്തമാക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ബിക്കോസ് ഐ വാസ് ബീയിങ് ടാർഗറ്റഡ് ഫോർ നോ റീസൺ.
ഇതൊരു കൈൻഡ് ഓഫ് സ്ട്രാറ്റജിയാണ്. വ്യക്തി കേന്ദ്രീകൃതമാക്കി അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ദിയ കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്ത് ഒരു റോളും ഇല്ല. ദിയ കൃഷ്ണ കഴിഞ്ഞ ദിവസം ഈ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത്, കൃഷ്ണകുമാർ തീറ്റ കൊടുക്കുന്ന സമയത്ത് മണ്ണിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രശ്നമാക്കുമോ എന്ന് ചോദിച്ച സമയത്ത് ആളുകൾ ഒഫൻഡഡ് ആവും. കാരണം കഴിഞ്ഞ ദിവസം അവർ ഉന്നയിച്ച ന്യായമായിട്ടുള്ള വിമർശനങ്ങൾ, കാതലായിട്ടുള്ള വിമർശനങ്ങളെ നിങ്ങൾ വെറും മണ്ണിലിട്ട് തീറ്റ കൊടുക്കുന്ന ആ ഒരു കാര്യത്തോട് കൺസിഡർ ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ ഒരു വിയോജിപ്പ് മാത്രമാണ് അവർ പ്രകടിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളൊരു രാഷ്ട്രീയ എതിരാളിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്രതിയോഗിയോ ഒക്കെ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആളുകളുടെ എണ്ണം അല്ല ആ ഒരു കമൻറ്റ് ചെയ്ത ആളുകളെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ഒരു വിവേചനം ഉണ്ടല്ലോ, മാറ്റി നിർത്തൽ, അവരെല്ലാം വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ഞങ്ങളെ ആക്രമിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് തന്നെയാണ് ഈ പിന്നീടും പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. പലപ്പോഴും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇനിയിപ്പോൾ അതൊരു PC പോലീസിംഗ് എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും അതൊരു ബലൂൺ പോലെ നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നൊരു സംഗതിയാണ്. അവിടെ മാപ്പ് എന്ന് പറയുന്ന ഒരു മുട്ടുസൂചി എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി പോകും. നമ്മുടെ ഒരു തെറ്റിനെ മനസ്സിലാക്കി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. പുറത്ത് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, വാട്ടർ അതോറിറ്റിക്കാരുടെ പണിയാണെന്ന് തോന്നുന്നു. എരപ്പുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, എന്തോ മിഷൻ പ്രവർത്തിപ്പിക്കുന്നതാണ്. എന്നെ ഇഷ്ടമല്ലാത്തവർ എന്നെ ഇഷ്ടപ്പെടണമെന്ന് എനിക്കില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോ, എനിക്ക് ഒരു വിഷമവും ഇല്ല. ബട്ട് എന്നെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഈ ഒരു ട്വിസ്റ്റഡ് കഥ എന്നെ പറ്റി കേട്ട് കഴിഞ്ഞാൽ ഐ പേഴ്സണലി ഫീൽ that is going to harm. So, coming to what my father said. എൻ്റെ അമ്മയുടെ ഒരു ബ്ലോഗ്, ഇഫ് ഐ എം നോട്ട് റോങ്, കൊച്ചിയിൽ മാരീറ്റിൽ നമ്മളൊരു വെഡിങ്ങിൻ്റെ ആവശ്യമായിട്ട് പോയിരുന്നു. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാജമാവിൻ്റെ പുള്ളിക്കാരൻ്റെ ബോളിൻ്റെ ഒരു വെഡിങ്ങിനായിട്ട് നമ്മൾ പോയിരുന്നത്. അപ്പോൾ നമ്മൾ മാരീറ്റിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സ്ഥലത്ത് പഴഞ്ചോറ് കണ്ടത്. പഴങ്കരി നമ്മൾ സാധാരണ ഇങ്ങനത്തെ 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ ഈ ഡോണ്ട് സീ ഇങ്ങനത്തെ പഴഞ്ചോറ് കണ്ടിട്ട് നാടൻ ടൈപ്പ് ഫുഡ് നമ്മൾ കാണാറില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ പേഴ്സണലി സ്പീക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫുഡാണ് പഴഞ്ചോറ്. അഫ്കോഴ്സ് അപ്പോൾ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡ് തന്നെ ആയിരിക്കും പഴഞ്ചോറ്. എൻ്റെ അച്ഛനും എനിക്കും പെർട്ടിക്കുലർലി പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ ആ ഒരു വ്ളോഗിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴഞ്ചോറ് കണ്ടപ്പോൾ തന്നെ അച്ഛന് പണ്ട് കാലം ഓർമ്മ വന്നു. അതായത് പണ്ട് കാലം എന്നൊക്കെ പറയുന്നത് എൻ്റെ അച്ഛന് ഒരു 20-30 വയസ്സുള്ള കാലമല്ല, അച്ഛനൊരു 7-8 വയസ്സുള്ള സമയമാണ് പറഞ്ഞു വരുന്നത്. വളരെ കുഞ്ഞായിരിക്കുമ്പോഴൊരു കഥയാണ് പറഞ്ഞു വരുന്നത്. ഓൾസോ മൈ ഫാദർ വാസ് ഫ്രം എ വെരി ഒരു സാധാരണയിൽ സാധാരണ മേ ബി സേ ഒരു ലോവർ മിഡിൽ ക്ലാസ് അങ്ങനത്തെ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് പുള്ളിക്കാരൻ വലുതായിട്ടാണ് മീഡിയയിലോട്ട് കയറിയത്. ഹി റീച്ച് ദിസ് പൊസിഷൻ ദാറ്റ് ഈസ് ഇൻ റൈറ്റ് നൗ. ഹി വാസ് ഇൻ എ ലോവർ മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ അവിടെ എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും മരിച്ചുപോയി. എൻ്റെ അച്ഛൻ്റെ അമ്മ, ഐ സ്റ്റിൽ റിമെമ്പർ ഹെർ ആസ് ദ മോസ്റ്റ് കൈൻഡസ്റ്റ് ജനറസ് പേഴ്സൺ. ഐ റിമെമ്പർ ഹെർ. എന്റെ കുഞ്ഞിക്കാലത്തെ ഓർമ്മകളേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് ഒന്നുമില്ലെങ്കിലും നമ്മൾ എപ്പോൾ അവിടെ പോയാലും ഒരു ബിസ്ക്കറ്റ് എങ്കിലും, പുള്ളിക്കാരി വയസ്സായിരിക്കുവാണ്, പുള്ളിക്കാരിക്ക് നമ്മൾ വെറും കൈയോടെ ആ വീട്ടിൽ വന്നാൽ പോകുന്നത് പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും ആ വീട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്വാർട്ടേഴ്സാണ് പട്ടത്തുള്ള. എന്തെങ്കിലും ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും നമുക്കിന്ന് തരും. എന്തെങ്കിലും പൈസ തരാൻ പൈസ ഇല്ല നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാം അമ്മ ഒന്നും വേണ്ട, നമ്മൾ കുഞ്ഞൊക്കെ പറയാം അമ്മ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, അമ്മ നമുക്ക് ബിസ്ക്കറ്റ് തരും. ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അഫോർഡ്. ആ സമയത്ത് നമ്മൾ എനിക്കൊരു 5, 6, 7, 8 ആ ഒരു ഏജ്. സോ എൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന കഥ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പണ്ട് 80s ഉണ്ട ഒരു സംഭവമാണ്. ആ കാലത്ത് എനിക്കൊന്നും അറിയത്ത് പോലുമില്ല എന്താണ് ഇവിടുത്തെ ഒരു സൊസൈറ്റിയുടെ നാട്ടു നടപ്പും കാര്യങ്ങളായി ഫീലിലുള്ളൂ. സോ അച്ഛൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരല്ല, അച്ഛൻ്റെ വീട്ടിൽ പണിക്ക് വരുന്ന ആൾക്കാരൊന്നും ഇല്ല. കാരണം ആ കുഞ്ഞു വീട്ടിൽ പണിയൊന്നും ചെയ്യുന്നില്ല. അവിടെ അടുത്ത് പണിക്ക് വരുന്ന ആൾക്കാർക്ക് അവര് ക്ഷീണിച്ച് നിൽക്കുന്നത് കൊണ്ട് എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കണം തോന്നിയിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് ഓൺ ടൈം ഫുഡ് കിട്ടുന്നുണ്ടോ ഇല്ലയോ ഒന്നും എൻ്റെ അച്ഛൻ അറിയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് അറിയില്ല. അതൊന്നും അറിയത്തില്ല. അവരിങ്ങനെ വന്ന് പണിയെടുത്തോണ്ട് നിൽക്കുന്ന കുറേ പാവങ്ങൾ അത്ര തന്നെ. അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ ഷീ വാണ്ടഡ് ടു ഗിവ് ദം ഫുഡ്, പഴങ്കഞ്ഞോ ചോറോ എന്തെങ്കിലും. ഈ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു 19 പേര് അല്ലെങ്കിൽ 10-20 പേര് വന്ന് എല്ലാവർക്കും പ്ലേറ്റും ഗ്ലാസും ട്രേയും എല്ലാം കൊടുക്കാൻ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി അങ്ങനെ ഉണ്ടാകത്തില്ല. ഓക്കെ, ഇപ്പം ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ വെളിയിലാണെങ്കിൽ വരുന്നത് നമുക്ക് ഓഫർ ചെയ്യാം. വി കൻ ഓഫർ ദം മേ ബി എല്ലാ പ്ലേറ്റ് എന്തെങ്കിലും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. വി ഹാവ് ദ മണി ഓർ റിസോഴ്സസ് ഫോർ ദാറ്റ്. പക്ഷേ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് വീട്ടിൽ തിന്നാൻ തന്നെ ഒരു 2 സ്റ്റീൽ പാത്രം വല്ലതും ആയിരിക്കും. അത് വെച്ചായിരിക്കും എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഇത് പണിക്കാർ വന്നപ്പോൾ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കൊടുക്കണമല്ലോ, കാരണം പാവങ്ങൾ ഇത്രയും പണി എടുത്തുകൊണ്ടിരിക്കുന്ന വീലത്ത്. അങ്ങനെ അമ്മൂമ്മ ഇവർക്ക് എല്ലാവർക്കുമായിട്ട് പഴഞ്ചോറ് ഉണ്ടാക്കി. അപ്പൊ അന്ന് അവിടെ വന്ന് ഇരിക്കുന്ന അവരുടെ പോലും ഒരു നാട്ടുമ്പുറം, ഇപ്പൊ നാട്ടുപുറത്ത് താമസിച്ചിട്ടുള്ള ഇപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവരുടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചു നോക്കിയാൽ മതി. നാട്ടുപുറത്ത് പണ്ട് സ്ഥിരമായി ഫുഡ് കഴിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് ഇല വെക്കും. അതായത് ഫുഡ് കഴിക്കാനുള്ള ഒരു വലിയ ഇല. നമുക്ക് തീരെ മനസ്സിലാവത്തില്ലാത്ത, ഒരിക്കലും ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റോറിയാണ് വീണ്ടും ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവർ പ്രസന്റ് ചെയ്യുന്നത്. ഇവർ ഇതിനകത്തൂടെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. കുടുംബപരമായിട്ട് പ്രാഞ്ചേട്ടൻ മറ്റേ സിനിമ അറിയാതെ മൈൻഡിലേക്ക് വന്നു. ഞങ്ങൾ വളരെ സ്നേഹസമ്പന്നരാണ്, ഞങ്ങളിങ്ങനെ ആളുകളെ സഹായിക്കാറുണ്ടായിരുന്നു. 50 ആളുകൾ ഇവിടെ ഭക്ഷണമില്ലാതെ പണിയെടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്തു. 50 ആളുകൾ നിരന്നിരുന്ന് കുഴി കുത്തുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കേ. ഒരു ലെയറിൽ 10 കുഴികൾ, അതിൻ്റെ പുറകിൽ 10 ആളുകൾ. അപ്പോൾ അവരിരുന്ന് കുഴിക്കകത്തുനിന്ന് ഇങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഗ്രൗണ്ട് തന്നെ വേണ്ടി വരില്ലേ?
അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ വേണ്ടി വരില്ലേ? ഇതൊന്നും അല്ല ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പറഞ്ഞത് വേറൊരു കഥയാണ്. അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനകത്ത് ഇത്തിരി മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഞാനൊക്കെ ഇവിടെ എറണാകുളം തൃപ്പൂണിത്തുറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും. വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത്. പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും. ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോറ് മതി. അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും, കുറച്ച് കറികളൊക്കെ വെച്ചേക്കും. അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴി എടുക്കും. ഇത്ര ഒരു 1.5 അടി താഴ്ചയിൽ കുഴി എടുത്തിട്ട് അതിൽ വട്ടയില അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും. ഉടച്ചതിന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത്. ശ്രദ്ധിച്ചു കാണും. ഈ പ്ലാവര എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിൽ ഈർക്കിൽ കുത്തിയിട്ട് അത് വെച്ച് കഴിക്കും. സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർത്ത് അല്ലെങ്കിൽ മോഹമൊക്കെ കൊണ്ട് കഴിയിട്ടുകൊണ്ട് വിശപ്പോടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ഭക്ഷണം ഉണ്ടെങ്കിൽ അവർ കഴിക്കുന്നതാണ് ഒരു കൊതി. അച്ഛൻ പറഞ്ഞത് പറമ്പ് വൃത്തിയാക്കാനായിട്ട് പണിക്ക് വരുന്ന പണിക്കാർക്ക് അമ്മ കരുതി വെക്കാറുള്ള അവർക്കത് മതി എന്ന് പറയുമ്പോൾ അവർക്കത് സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട്. അവർക്കത് മതി എന്ന് പറയുമ്പോൾ അമ്മ കരുതി വെക്കാറുള്ള സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു നടപടിയെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് എന്നുള്ളതാണ് സാമാന്യ ജനത്തിന് മനസ്സിലാവുന്നത്. ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഇപ്പോഴും മറ്റേ ആഠ്യ രാജകുമാരനായിട്ട് അവിടെ അങ്ങോട്ട് തുടരും. അച്ഛൻ്റെ അമ്മ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ആ ഒരു എന്താ പറയുന്നത് സഹായ മെൻറ്റാലിറ്റി പ്രകീർത്തിക്കപ്പെടും. അങ്ങനെ ഒരു കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള ചില ന്യായീകരണങ്ങളാണ്. ആ ഇലക്കകത്താണ് ചോറ് ഒഴിക്കുന്നത്. ചോറ് അല്ലെങ്കിൽ കഞ്ഞിയോ എന്തെങ്കിലും ഒഴിക്കുന്നത്. അതിനാണ് നമ്മൾ ഞവടി കഴിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് കഴിച്ചില്ലെങ്കിൽ പ്ലാവിന്റെ ഇല വെച്ചാണ് കഴിക്കുന്നത്. എന്റെ അച്ഛൻ അപ്പൂപ്പൻ എല്ലാവരും ആ രീതിയിൽ കഴിച്ചിട്ടുണ്ട്. എന്റെ കുറച്ച് കൂട്ടുകാരുടെ പേരൻസ് പണ്ട് ഇങ്ങനെ നാട്ടുമ്പുറത്തായിരുന്നു, അവരും അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു ട്രഡീഷനാണ്. ദ വേ ദേ യൂസ് ടു ഈറ്റ് ആണ് അന്ന്. മനസ്സിലായി? അപ്പൊ അതന്ന് ഇവരിങ്ങനെ കഴിക്കുന്ന കാണുമ്പോൾ എന്റെ അച്ഛന് സ്മോൾ ബോയ് അല്ലെങ്കിൽ 7 വയസ്സ് കൊച്ചു പയ്യനാണ്. അച്ഛൻ അങ്ങനെ കഴിക്കണമെന്നുണ്ട്. പക്ഷെ അച്ഛൻ കൊച്ചുകുട്ടിയാണ്. ഇവരാരും അങ്ങനെ ഇവിടെ ആരും സിറ്റിക്കാൻ അച്ഛൻ താമസിക്കുന്നത് ആരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ല. അച്ഛൻ അത് അങ്ങനെ കഴിക്കാൻ ഒരു കൊതി ഉണ്ടായിരുന്നു. അങ്ങനെ കഴിക്കണം. അയ്യോ ഇത് അല്ലെങ്കിൽ എന്ത് രസമായിട്ട് അത് കഴിക്കുന്ന ആ കുടിക്കാത്ത ഒഴിച്ചത് ഞവടി കഴിക്കുന്ന കണ്ട് കൊതിയാവുന്നു എന്നുള്ളത് പോലെ എന്റെ അച്ഛൻ അത് കഴിക്കാൻ ഒരു കുഞ്ഞിലെ ഒരു 7-8 വയസ്സുള്ള ഒരു പയ്യനെ തോന്നുന്ന ഒരു ആഗ്രഹമാണ് എന്റെ അച്ഛൻ ആ വീടിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചത് മറ്റേ തള്ള് എലമെന്റ് ആണ്. ദിയ കൃഷ്ണയുടെ ഒരു അജണ്ടയിലുള്ള സംഗതിയല്ല ആഠ്യതം പറയുക എന്നുള്ളത്. കൃഷ്ണകുമാറിന്റെ അജണ്ടയിലുള്ള സംഗതിയാണ് ആഠ്യതം പറയുക എന്നുള്ളത്. അപ്പോൾ തൻ്റെ കുടുംബത്തിൽ വന്ന ആളുകൾക്ക് കഞ്ഞി കൊടുത്ത ഒരു വലിയ മനസ്സിനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നു. പാത്രമില്ലാത്തതിനെ കുറിച്ചിട്ടോ ദാരിദ്ര്യാവസ്ഥയെക്കുറിച്ചിട്ടോ അങ്ങനെ കഞ്ഞി കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി എന്നുള്ള അവസ്ഥയെക്കുറിച്ചിട്ടോ അദ്ദേഹം അതിനകത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യാറുള്ള, അദ്ദേഹത്തിൻ്റെ കുടുംബം സ്ഥിരമായിട്ട് അനുവർത്തിക്കാറുള്ള ഒരു വലിയ പ്രവൃത്തി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, സ്ഥിരമായിട്ട് പണിക്കാരെ അഫോർഡ് ചെയ്യുന്ന ഒരു കുടുംബം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ, ദിയ കൃഷ്ണയുടെ അജണ്ടയിലില്ലാത്ത ഒരു കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അങ്ങനെ പണിക്കാരൊന്നും പണിയെടുക്കാനായിട്ടുള്ള പറമ്പുള്ള ആൾക്കാരൊന്നുമല്ല, ഞങ്ങൾക്ക് പാത്രം തന്നെയില്ല, ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ അമ്മൂമ്മയ്ക്കൊരു ആഗ്രഹം ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ അന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. കൃഷ്ണകുമാർ പറയുകയാണ്, എനിക്ക് പഴങ്കഞ്ഞി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമാണ്, ഞങ്ങൾക്ക് 2 പാത്രങ്ങളേ ഉള്ളൂ. അപ്പം കുറേ പണിക്കാർ പറമ്പിൽ പണിയെടുക്കാൻ വരാറുണ്ട്. അപ്പോൾ അവർ പണിയെടുക്കാൻ വന്ന സമയത്ത് അമ്മയ്ക്കൊരാഗ്രഹം, അവർ പലപ്പോഴും പട്ടിണിയാണ്, കഞ്ഞി കൊടുക്കണം. ഒരു ദിവസം എന്താണ് അവർക്ക് വേണ്ടതെന്ന് ചോദിച്ചു. പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞു. അമ്മ അവർക്കായി പഴങ്കഞ്ഞി കരുതി വെച്ചു. ഞങ്ങളുടെ ഈ പാത്രങ്ങളില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുഴിയിലൊക്കെ കഞ്ഞി കുടിച്ചിട്ടുള്ള ആളുകളാണ്, ഈ കുഴിയിലോട്ട് ഒഴിച്ചാൽ മതി. അങ്ങനെ അത് കേട്ട അമ്മ കുഴിയിൽ കഞ്ഞി ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമില്ല. ആരുടെ ട്രഡീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്? അങ്ങനെ ഒരു ട്രഡിഷൻ, നമുക്കറിയാത്ത ഒരു ട്രഡിഷൻ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ, കുഴി കുത്തി കഞ്ഞി കുടിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് നമ്മൾ എന്നുള്ളത് ദിയ പറഞ്ഞ സമയത്താണ് ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരു താഴ്ന്ന ജാതിക്കാരുടെ തറ എഴുതി കുഴി കുത്തി ഭക്ഷണം കൊടുത്തു എന്നല്ല എന്റെ അച്ഛനത്ത് പറയുന്നത്. ഒരിക്കലും എന്റെ അച്ഛനെയോ അല്ലെങ്കിൽ എനിക്കോ അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലുള്ള എല്ലാവരും എനിക്കറിയാം. ഈച്ച് എപ്പി കൊണ്ടുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനെ ചൂസ് ചെയ്യുന്നത് പോലും നിങ്ങൾ പൈസ കിട്ടണം എന്ന് ചോദിച്ചിട്ടല്ല. ബിക്കോസ് നമുക്കും നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇപ്പൊ എന്റെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എന്റെ കൂടെ പഠിച്ചിട്ടുള്ളവരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ വന്നതേ ഉള്ളൂ. എന്റെ കൂടെ പഠിച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നലെ പോലെ എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഫ്രണ്ട് കേന്ദ്ര ഒരു ഓഫീസ് പുള്ളിക്കാരിനെ ചോദിക്കുന്നത് എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് പുള്ളിക്കാരിയുടെ അച്ഛൻ ഇതുപോലെ നാട്ടുപുറത്ത് വരുന്നതാണ്. പുള്ളിക്കാരി തന്നെ പറഞ്ഞു, ഇത് ആ നാട്ടുപുറത്ത് എന്റെ അച്ഛൻ പോലും ഇങ്ങനെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് വാസ് ദ വേ ദേ യൂസ് ടു ഈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് സർട്ടൻ പീപ്പിൾ ഹു ഹാഡ് എ പ്രോബ്ലം വിത്ത് മൈ ഫാദർ ഓർ അസ്, ഐ ഡോണ്ട് നോ, അതിനെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് അതിനെ ട്വിസ്റ്റ് ചെയ്ത് ദേ ചേഞ്ച് ദ സ്റ്റോറി സെയിങ് വേർ മൈ ഫാദർ ഹാഡ് പ്രോബ്ലം വിത്ത് കാസ്റ്റ് ആൻഡ് പീപ്പിൾ. അതെന്താ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛനെയും വിട്ടു പോർ മിഡ്സ് ക്ലാസ് വന്ന ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാള് മറ്റുള്ളവരെ എന്തിനാ പാവപ്പെട്ടവരെക്കാളും ഹൗ കെൻ യു ഡു ദാറ്റ്? കാലഘട്ടമാണ് പ്രശ്നം. ഇത് അത്ര പഴയ കാലഘട്ടത്തിൽ നിന്നൊരു കഥയായിട്ടല്ല കൃഷ്ണകുമാർ പറയുന്നത്. അതേപോലെ തന്നെ ഈ ദിയ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ആളുകളാണ് നിഷ്പക്ഷരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ. അവർ വിചാരിക്കുന്നത് ഇത് മറ്റേ പാത്രത്തിൻ്റെ പ്രശ്നവും ഇത് സാമ്പത്തിക അന്തരത്തിൻ്റെ പ്രശ്നവും പണിക്കാരുടെ പൈസ ഇല്ലായ്മയുടെ പ്രശ്നവും പാത്രമില്ലായ്മയുടെ പ്രശ്നമൊക്കെ ആണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല.
അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ് ഇതിനെയൊക്കെ നമ്മൾ അയിത്തം എന്ന് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തത്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഏതൊക്കെ കാര്യങ്ങൾക്ക് ന്യായീകരിക്കാം? വഴി നടക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ന്യായീകരിക്കാം, മാറുമറയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ന്യായീകരിക്കാം, ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചിട്ട് ന്യായീകരിക്കാം. അതിനൊക്കെ എന്തൊക്കെ ന്യായീകരണങ്ങൾ നമുക്ക് നിരത്താൻ പറ്റും? സാമ്പത്തിക അന്തരമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഏതൊരു ചങ്ങായി പറയുന്നത് കേട്ടു, പ്രിവിലേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, മെയിൽ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഈ ഉൾക്കാമ്പില്ലാത്ത ചിന്തയുള്ള ആളുകൾക്ക് സാമ്പത്തികമാണ്. അതിലെ വേർതിരിവുകൾ എന്ന് പറയുന്ന, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഇവർ അവെയറല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവർ പലപ്പോഴും പറയുന്നത് ഇവർ പറയുന്ന കാര്യം നമുക്കാർക്കും മനസ്സിലാവുന്നില്ല. ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് നമ്മൾ ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്ന് കൂടി നമുക്ക് അന്വേഷിക്കണം. എന്തായിരിക്കും ഇതിന്റെ ബാക്കിൽ ഒരു സ്റ്റോറി? ശരിക്കും ഈ ആൾക്കാർ ഒരാൾ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന പോലെ തന്നെയാണോ ഈ കഥ എന്നുള്ളതും കൂടെ നിങ്ങൾ ആലോചിക്കണം. മനസ്സിലായത്? പിന്നെ എന്റെ ബ്ലോഗിനകത്ത് അച്ഛൻ പ്രാവിനെ ഫീഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അയ്യോ ഇതിന് തറയിട്ട് കൊടുത്ത ഒരു കുറ്റമാവോ ഇല്ലയോ എന്നുള്ളത്. അവിടെയും ഞാൻ ആരുടെയും കാസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ റിലീജിയനോ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാതെ എന്റെ അച്ഛന്റെ പണ്ടത്തെ ഒരു കൊതി പറഞ്ഞതാണ്. കൊതിയെ പറ്റി പറഞ്ഞതിനെ ഇങ്ങനെയും ട്വിസ്റ്റ് ചെയ്തെടുത്തെങ്കിൽ ഇനി ഒരു പ്രാവിന് തറയിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നതിന് എന്നെ ആരെങ്കിലും വല്ലതും ചെയ്യൂ, എന്നെ എല്ലാവരും കൂടെ ചേർന്ന് ടാർഗറ്റ് ചെയ്യൂ എന്നുള്ളതായിരുന്നു എന്റെ പേര്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ പറഞ്ഞത്. കാരണം ഇനി അതും കൂടെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്തെടുക്കല്ലേ, പ്രാവിന് നമുക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ പറ്റും. പ്ലേറ്റിലൊന്നും ഇട്ട് ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്ലേറ്റ് കൊണ്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഓൺലി ഗിവ് ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സംതിങ് അഫ്രൈഡ്, അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കാം. കയ്യിലും കൊടുത്തു. സോ അതാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. അതിന് എന്താ പറയാ, എടുക്കേണ്ട രീതിയിൽ എടുക്കണം ചില കാര്യങ്ങൾ. നമുക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ചെയ്ത് എല്ലാ കാര്യത്തിനും നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും. നമുക്കിപ്പോ എന്താ പറയാ, വഴികൂടെ നടക്കുന്ന എല്ലാവരെയും എന്നാൽ പിന്നെ കുറ്റം പറയാൻ ഓരോ റീസൺസ് ഉണ്ടാവും. കാരണം നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യങ്ങളാണ് ചെയ്യുന്നോണ്ടായിരിക്കാം. മനസ്സിലായില്ല? അച്ഛൻ പറഞ്ഞത് പക്വതയില്ലായ്മയോ ജാതി ചിന്തയോ വിഡ്ഢിത്തരമോ എന്നുള്ള രീതിയിലൊക്കെ പരിഗണിച്ചാൽ പോലും മോള് പറയുന്നത് ഭയങ്കര ഒഫൻഡഡ് ആകുന്ന രീതിയിലേക്കാണ്. നമുക്ക് അങ്ങോട്ട് കോരിത്തരികയാണ്, സ്പൂൺ വെച്ചിട്ട് അങ്ങോട്ട് കോരിത്തരികയാണ്. കൃഷ്ണകുമാറും മക്കളും കൂടെ ബാക്കിയുള്ള ആളുകൾക്ക്, വിമർശനം ഉന്നയിച്ച ആളുകൾക്ക് ഒന്നും മനസ്സിലാവില്ല. പ്രാവിന് തീറ്റ കൊടുത്ത് അവർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ മണ്ടന്മാരാണല്ലോ. അതാണല്ലോ ഇവരുടെ ഒരു ടോണിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവരെന്തോ വലിയ ആൾക്കാർ, നമുക്കൊന്നും മനസ്സിലാവത്തില്ല. നിങ്ങളുടെ കഥ മര്യാദയ്ക്ക് പറയാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കഥയിൽ എന്താണോ കേട്ടത് അതിനെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കഥയുടെ പിന്നാമ്പുറ കഥകൾ തേടിപ്പോയി അതിനെ ന്യായീകരിക്കേണ്ട ആവശ്യം ഇവിടെയുള്ള സാധാരണ ജനത്തിനില്ല. നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കഥയുടെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുക. എന്താണോ കേട്ടത് ആ ഒരു കഥയ്ക്കകത്തുള്ള കാര്യങ്ങളിൽ വിമർശനം ഉന്നയിക്കാനായിട്ടുള്ള റൈറ്റ് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം ഉണ്ട്. ബാക്കിയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. 50 ആളുകൾ നിരന്നിരുന്ന് കുഴികുത്തി കഞ്ഞി കുടിച്ച പറമ്പുള്ള ഒരു ചെറിയ സാധാരണ മിഡിൽ ക്ലാസ്, ബിലോ മിഡിൽ ക്ലാസ് കുടുംബം. എനിക്ക് അറിയില്ല, ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയുന്നില്ല. കുളിപ്പിച്ച് അച്ഛൻ്റെ രാഷ്ട്രീയ ഭാവിയും കൂടെ കളഞ്ഞു കുളിക്കാൻ വേണ്ടി ഉള്ള മകളുടെ ഒരു പ്രവർത്തനമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.